യുക്തിവാദ പ്രഭാഷകനായ മനു പ്രസാദ് പറയുന്നത്. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട്, ഇല്ലേ? 100 സ്വതന്ത്ര ചിന്തകളുണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർ വളരെ ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്തായിരിക്കും കരുതുന്നത്, ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത്. അതുകൊണ്ട് വളരെ നല്ല മൗനം, ഗൗരവതരമായിട്ടുള്ള മൗനമൊക്കെ ചിലരങ്ങ് അവലംബിച്ചു കളയും. ഒക്ടോബർ 6-ന് പ്രമുഖ യുക്തിവാദി പ്രചാരകൻ സി രവിചന്ദ്രന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന ലിറ്റ്മസ് 19 അന്താരാഷ്ട്ര സ്വതന്ത്ര ചിന്താ സെമിനാറിലാണ് ഇയാൾ ഇത്തരമൊരു വിചിത്ര വാദം ഉയർത്തിയത്. കളിയാട്ടം എന്ന സെഷനിലായിരുന്നു ലൈംഗികതയുടെ സർവ്വപരിധികളും ലംഘിക്കുകയും സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുകയും മനുഷ്യ ബന്ധങ്ങളുടെ അന്തസത്തയെ പാടെ തകർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വാദവുമായി മനു രംഗത്തെത്തിയത്. മാത്രമല്ല, ഇതിനെ പൊതുസമൂഹം എങ്ങനെ കാണുന്നു എന്ന് ചിന്തിച്ച് അതിൽ മൗനം പാലിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ഇതൊന്നും എതിർക്കേണ്ട കാര്യമില്ലെന്നും ഇയാൾ പറഞ്ഞു വെക്കുന്നു. പലതരം ദാരിദ്ര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ആരും ചോദിക്കാനില്ലാത്ത, പറയാനില്ലാത്ത, സമരം ചെയ്യാനില്ലാത്ത ഒരു ദാരിദ്ര്യമാണ് ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത്. ആരോടും പറയാൻ പോലും മടിയാണ്. ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുരിതമാണെന്ന് പറയാൻ പോലും മടിയാണ്. വല്ല അരിയുടെ കാര്യമാണെങ്കിൽ അന്ത്യോദയ അന്യായപൂർണ്ണ പ്രകാരം റേഷൻ കട വഴി കൊടുക്കാറുണ്ട്. അതും കൊടുക്കാനൊക്കത്തില്ലല്ലോ. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മാരേജ് ഈസ് ദ ഓൺലി വേസ് ടു ഫക്ക് എന്ന് പറയുന്ന പോലെ ഒറ്റ വഴിയേ ഉള്ളൂ ആകെ മാരേജ് പലരുടെയും കാര്യത്തിൽ. അതുകൊണ്ടാണ്. എന്നാൽ പരസ്പര സമ്മതമുണ്ടെങ്കിൽ പോലും പ്രായപൂർത്തിയാവാത്ത കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യവും ബലാത്സംഗവുമാണ്. അതിനാൽ തന്നെ നിയമത്തെ വെല്ലുവിളിക്കുകയും പോക്സോ കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹിക മനഃശാസ്ത്രത്തെ തകർക്കുകയും ചെയ്യുന്ന വാദമുഖങ്ങളാണ് ഇതൊക്കെയും. പീഡനത്തെ ന്യായീകരിക്കുന്നത് മാത്രമല്ല, ശാസ്ത്രത്തിനു തന്നെ എതിരാണ് ഈ ലക്കില്ലാത്ത ചിന്ത. രക്തബന്ധുക്കൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് അംഗവൈകല്യമോ മാനസിക പ്രശ്നമോ ഉണ്ടാവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. മറ്റെല്ലാ കാര്യത്തിനും ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന ഇവർ ലൈംഗികതയുടെ കാര്യം വരുമ്പോൾ അതിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളോടും മക്കളോടും സഹോദരങ്ങളോടും രക്തബന്ധുക്കളോടും സെക്സ് ആവാമെന്ന് പറയുന്ന ചിന്ത അത്യന്തം ഭീമമായ അപകടമാണ്.